കുറച്ച് പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് എസ്എ ടൈപ്പിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു പാർട്ട് നമ്മൾ ക്ലാസ്സിൽ വെച്ച് ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമുക്കൊന്നുകൂടെ പറയാം. അതായത് സി എന്ന് പറയുന്ന ഒരു കോണ്ടൂർ, വെനി കോണ്ടൂർ, ഇതാണ് സി എന്ന് പറയുന്ന ഒരു കോണ്ടൂർ. ഓക്കെ, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് കോണ്ടൂറാണ് സി. ഇതിൻ്റെ അകത്തുള്ള ഒരു പോയിൻ്റാണ് ആര്? Z0 എന്ന് പറയുന്നത് ഈ സി എന്ന് പറയുന്ന കോണ്ടൂറിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റാണ്. ഓക്കെ, അതാണ് പറയുന്നത് Z0 ഈസ് ദ ഇൻറ്റീരിയർ ടു സി. എങ്കിൽ ഇൻറ്റഗ്രൽ ഓവർ സി ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് Z0 റൈസ് ടു എൻ. എൻ എന്ന് പറയുന്നത് ഏത് ഇൻറ്റിജർ വേണമെങ്കിലും ആകാം. പോസിറ്റീവ് ഇൻറ്റിജർ ആകാം, നെഗറ്റീവ് ഇൻറ്റിജർ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, സീറോയും അടക്കം ഏത് ഇൻറ്റിജർ വേണമെങ്കിലും ആകാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വില 2πi ആയിരിക്കും. ഈ n എന്ന് പറയുന്നത് 1 ആകുമ്പോൾ 0 ആയിരിക്കും, n നോട്ട് ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഓവർ സി കൂടെയാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു ഡിഫോർമേഷൻ ഓഫ് കോണ്ടൂർ എന്ന് പറയുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഈ സി എന്ന് പറയുന്ന കോണ്ടൂറിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഒരു സർക്കിളായിട്ട് ഡിഫോർമേഷൻ നടത്തുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ സർക്കിളാണ്. അപ്പോൾ നമ്മൾ ഈ സി എന്ന് പറയുന്ന കോണ്ടൂറിൽ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പം ഞാൻ ഈ ഡിഫോർമേഷൻ നടത്തിയ സർക്കിളിൽ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സപ്പോസ് ആ സർക്കിളിൻ്റെ റേഡിയസ് 6 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡ് ഇസഡ് അതാണ് ലെറ്റ് മോഡ് ഇസഡ് മൈനസ് ഇസഡ് നോട്ട് ഈക്വൽ ടു R എന്നെടുത്തു. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ പുതിയ കോണ്ടൂർ. ഓക്കെ, ഇതിൽ കൂടെ ആയിരിക്കും നമ്മളപ്പം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഇങ്ങനെ ഡീഫോർമേഷൻ നടത്താൻ കാരണം നമ്മൾ ഡീഫോം ചെയ്യപ്പെട്ട റീജിയണിൽ നമ്മുടെ ഫംഗ്ഷൻ, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയില്ലേ, ഈ വന്ന റീജിയണിലെല്ലാം നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? അനലിറ്റിക്കാണ്. അനലിറ്റിക് അല്ലാത്ത ഒരൊറ്റ പോയിന്റ് ഉള്ള ഏത്? Z0. അത് ഈ വരുന്ന വഴിക്കൊന്നുമല്ല Z0 നിൽക്കുന്നത്, അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഡീഫോർമേഷൻ നടത്താൻ പറ്റും. അപ്പോൾ അത് പ്രകാരം നമ്മൾ മോഡ് ഇസഡ് മൈനസ് Z0 R എന്നെടുത്തു. എങ്കിൽ ഇസഡ് മൈനസ് Z0 നമുക്ക് എന്ത് എഴുതാം? R e റൈസ് ടു I തീറ്റ എന്ന് എഴുതാം. എങ്കിൽ ഇസഡ് എന്ന് വെച്ചാൽ എന്ത് എഴുതാം? Z0 പ്ലസ് R e റൈസ് ടു I തീറ്റ. നമ്മുടെ തീറ്റ എന്ന് പറയുന്നത് 0 to 2π ആണ് വേരി ചെയ്യുന്നത്. എങ്കിൽ നമുക്ക് ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ആവശ്യമായ ടേംസ് എല്ലാം നമുക്ക് കണ്ടുപിടിക്കാം. dz വേണം. സോ നമ്മൾ dz കണ്ടുപിടിക്കുന്നു. dz എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് R e റൈസ് ടു I തീറ്റ I d തീറ്റ എന്ന് കിട്ടുന്നു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഡിനോമിനേറ്ററിൽ വരുന്ന Z മൈനസ് Z0 റൈസ് ടു എന്നിൻ്റെ വില അറിയണം. നമ്മുടെ കയ്യിൽ Z മൈനസ് Z0ൻ്റെ വില ഇരിപ്പുണ്ട്. എങ്കിൽ അതിൻ്റെ പവർ n എടുക്കുക. പവർ n എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? R റൈസ് ടു n e റൈസ് ടു I n തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ആ ഫംഗ്ഷനിലേക്ക് പോകാം. അപ്പോൾ ഫംഗ്ഷൻ പ്രകാരം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? dz ഡിവൈഡഡ് ബൈ Z മൈനസ് Z0 റൈസ് ടു n കണ്ടുപിടിക്കുന്നു. സോ നമ്മൾ കണ്ടുപിടിച്ച വിലകളെല്ലാം അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതിനെ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്റർ ഒരു R ഉണ്ട്, ഡിനോമിനേറ്ററിൽ ഒരു R റൈസ് ടു n ഉണ്ട്. അത് മുകളിലേക്ക് പോകുമ്പോഴത്തേക്ക് R റൈസ് ടു 1 മൈനസ് n. സിമിലർലി e റൈസ് ടു I തീറ്റ ന്യൂമറേറ്ററിൽ e റൈസ് ടു I n തീറ്റ ഡിനോമിനേറ്ററിൽ വരുന്നുണ്ട്. നമുക്കിതാ ഇങ്ങനൊരു ഫോമിലേക്ക് കിട്ടും. ഇപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. പാരാമീറ്റർ വെച്ചിട്ട് തീറ്റ പാരാമീറ്റർ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ നമ്മൾ ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകണം. സോ ഇൻറ്റഗ്രൽ 0 to 2π d തീറ്റ ഡിവൈഡ് ബൈ Z മൈനസ് Z0 റൈസ് ടു n. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റ് ആയ I R റൈസ് ടു 1 മൈനസ് n ഔട്ട് സൈഡ് എടുത്തു. ബാക്കിയുള്ള ഫംഗ്ഷൻ നമ്മൾ ഇൻറ്റഗ്രൽ കൊടുക്കുന്നു. ഇൻറ്റഗ്രൽ 0 to 2π e റൈസ് ടു I ഇൻറ്റു 1 മൈനസ് n തീറ്റ d തീറ്റ. സോ നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. സോ കോൺസ്റ്റൻ്റ് അതുപോലെ തന്നെ നിൽക്കുന്നു. എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. അപ്പോൾ e റൈസ് ടു I 1 മൈനസ് n തീറ്റ ഡിവൈഡ് ബൈ I ഇൻറ്റു 1 മൈനസ് n. ഒരു കാര്യം ഉറപ്പാണ്, ഡിനോമിനേറ്ററിൽ 1 മൈനസ് n വരുന്ന സ്ഥിതിക്ക് n ഒരു കാരണവശാലും എന്താകാൻ പറ്റത്തില്ല? 1 ആകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് n നോട്ട് ഈക്വൽ ടു 1 എന്ന് പറയാം. അതുകൊണ്ടാണ് അവിടെ ഈ n നോട്ട് ഈക്വൽ ടു 1 പ്രത്യേകിച്ച് സ്പെഷ്യൽ ആൻസറായിട്ട് വരാനുള്ള റീസണും ഇത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുത്തെ സിംപ്ലിഫൈ ചെയ്യുന്നു. അപ്പോൾ I ഇൻറ്റു R റൈസ് ടു 1 മൈനസ് n. ഇനി ഇവിടെ ഈ താഴെ കിടക്കുന്ന ഈ കോൺസ്റ്റന്റ് നമ്മൾ പുറത്തെടുത്തു. ഇനി മിച്ചമുള്ള ഫംഗ്ഷനിൽ തീറ്റയുടെ സ്ഥാനത്ത് അപ്പർ ലിമിറ്റായി 2πയും കൊടുക്കുന്നു, ലോവർ ലിമിറ്റായ 0യും കൊടുക്കുന്നു. കൊടുത്തിട്ട് നമുക്കറിയാം ഇത് e റൈസ് ടു I 2πയുടെ മൾട്ടിപ്പിളാണ്. ഓക്കെ, നമുക്കറിയാം e റൈസ് ടു I തീറ്റ. അപ്പം 2π വരുമ്പോൾ വീണ്ടും ഇവിടെ വരും. ഓക്കെ, ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ വില എത്രയാണ്? 1 ആണ്. 2π മൾട്ടിപ്പിൾസ് ആണ് വരുന്നത്. 2π മൾട്ടിപ്പിൾസ് എന്ന് പറയുന്നതും 0യിലെ വില എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. നമുക്കറിയാം 2π മൾട്ടിപ്പിളിലെ വില അല്ലെങ്കിൽ 0യിലെ വില എത്രയാണ്? 1 ആണ്. e റൈസ് ടു 0 എത്രയാണ്? 1. അങ്ങനെ 1 മൈനസ് 1 നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി, വെൻ n നോട്ട് ഈക്വൽ ടു -1
നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ നമ്മൾ നെക്സ്റ്റ് ഇനി എന്ത് നോക്കണം? n ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? സോ അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ചെയ്യുവാണ്. വെൻ n ഈക്വൽ ടു 1 ആകുമ്പം നമ്മുടെ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓവർ c dz ബൈ z മൈനസ് z നോട്ട് എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പവർ n എന്ന് പറയുന്നത് 1 ആണല്ലോ ഇവിടെ. അപ്പോൾ എഗെയിൻ സെയിം വേയിൽ നമ്മൾ നമ്മുടെ പാരാമെട്രിക് ഡെറിവേറ്റീവ് ടേംസ് ഒക്കെ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 2π r e raised to i theta i d theta, ഡിനോമിനേറ്ററിൽ r e raised to i theta വരും. ഇതിൽ e raised to i theta r e raised to i theta ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും ക്യാൻസൽ ആയി പോകും. മിച്ചം ഇൻ്റഗ്രൽ 0 to 2π i d theta. സോ നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 2π i എന്ന് കിട്ടി. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കണക്കാണ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓവർ c 5z + 7 ഡിവൈഡ് ബൈ z² + 2z - 3. ഇതിൻ്റെ കുറച്ച് പാട്ട് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിരുന്നു. നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന മെത്തേഡ് നമ്മുടെ ഏതാണ്? പാർഷ്യൽ ഫ്രാക്ഷനാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്യണം ഫംഗ്ഷനെ. ഓക്കെ, ഇനി നമ്മുടെ കോണ്ടൂർ ഏതാണ്? നമ്മുടെ c എന്ന് പറയുന്ന കോണ്ടൂർ തന്നിട്ടുണ്ട്. 2 സെൻറ്റർ ആക്കിക്കൊണ്ട് 2 റേഡിയസ് ഉള്ള സർക്കിളാണ്. അപ്പോൾ 2 സെൻറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 2 ഇവിടെ വരും. 2 റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതാണ് നമ്മുടെ കോണ്ടൂർ c എന്ന് പറയുന്നത്. നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തണം. അപ്പോൾ 5z + 7 ഡിവൈഡഡ് ബൈ z² + 2z - 3. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പം z² + 2z - 3യുടെ 2 റൂട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോണത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് കിട്ടാൻ പോണത് 1 എന്നും -3 എന്നായിരിക്കും അപ്പം കിട്ടുന്നത്. സോ അത് പ്രകാരം നമ്മളിതിനെ 5z + 7 ഡിവൈഡഡ് ബൈ z - 1 ഇൻറ്റു z + 3 എന്ന് നമ്മൾ എഴുതി. ഇനി നമ്മുടെ യൂഷ്വൽ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഇവിടെ അപ്ലൈ ചെയ്യാം. പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ച് നമ്മൾ a ബൈ z - 1 പ്ലസ് b ബൈ z + 3 എന്നൊക്കെ നമ്മൾ എഴുതാറില്ലേ? ഓക്കെ, ആ പരിപാടി നമ്മളിവിടെ നടത്തുന്നു. ആ പരിപാടി നടത്തി കഴിഞ്ഞാൽ ഇവിടെ ഫംഗ്ഷൻ എങ്ങനെ സ്പ്ലിറ്റ് ആവും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. അതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ പറഞ്ഞു പോണത്. ഇത് 3 ബൈ z - 1 പ്ലസ് 2 ബൈ z + 3 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളപ്പോൾ ഇപ്പം കിട്ടിയ ഈ സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയല്ലോ. സോ ഇതിനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 കോൺസ്റ്റൻ്റ് 3 നമ്മൾ ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ ഓവർ c 1 ബൈ z - 1 dz + 2 ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ c 1 ബൈ z + 3 dz എടുത്തു. ഓക്കെ, നമ്മളിനി ഒബ്സർവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻ്റഗ്രൽ നോക്കുക. 1 ബൈ z - 1 എന്നുള്ളതാണ് നമ്മുടെ അവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ അത് അനലിറ്റിക് അല്ലാണ്ട് വരുന്ന എവിടെയാണ്? അത് അനലിറ്റിക് അല്ലാണ്ട് വരുന്ന ഒരേ ഒരു പോയിന്റ് 1 ആണ്. 1 എവിടെയാണ്? ഇതാ ഇവിടെയാണ്. നമ്മുടെ കോണ്ടൂറിനകത്താണ് കിടക്കുന്നത്. ഓക്കെ, കോണ്ടൂറിനകത്താണ് കിടക്കുന്നത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പ്രോബ്ലത്തിൻ്റെ ഐഡിയ ഉപയോഗിക്കുക. അപ്പോൾ ഇത് ആക്ച്വലി z - 1/1 എന്ന് പറയുന്ന ഫോമിൽ കിടക്കുന്നത്. ഇതാ ഈ ഫോമിൽ കിടക്കുന്നത്, ഈ കിടക്കുന്നത്. കാരണം z0 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കോണ്ടൂറിൻ്റെ അകത്താണ്. ഞാൻ പടത്തിൽ കാണിച്ചു. z0 എന്ന് പറയുന്ന കോണ്ടൂറിൻ്റെ അകത്താണ്. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഇങ്ങനെ ഡിനോമിനേറ്ററിൽ 1 ബൈ z - z0 എന്ന ഫോമിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആൻസർ എത്രയാണ്? 2π i ആണെന്ന് നമ്മൾ കണ്ടു. എങ്കിൽ നമുക്കിവിടെ എഴുതാം 2π i. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായല്ലോ. ഇനി പ്ലസ് അടുത്ത നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ഫംഗ്ഷൻ 1 ബൈ z + 3 ആണ്. ഈ 1 ബൈ z + 3 അനലിറ്റിക് അല്ലാണ്ട് വരുന്ന എവിടെയാണ്? ഇസഡിൻ്റെ വില -3 ആകുമ്പോൾ. ഇസഡിൻ്റെ വില -3 എന്ന് പറയുമ്പോൾ ഈ സർക്കിളിൻ്റെ ഔട്ട് സൈഡ് വരും. ഓക്കെ, സർക്കിളിന് പുറത്ത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ കോണ്ടൂറിൻ്റെ അകത്ത് ഈ ഫംഗ്ഷൻ ഫുള്ളി എന്താണ്? അനലിറ്റിക് ആണ്. അങ്ങനെ ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് മൊത്തത്തിൽ അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച തിയറം പ്രകാരം, നമ്മുടെ കോഷി-ഗോർസാറ്റ് തിയറം പ്രകാരം ഫംഗ്ഷൻ ആസ് കണക്റ്റഡ് ഡൊമൈൻ്റെ അത് മൊത്തത്തിൽ അനലിറ്റിക് ആണെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വില എത്രയായിരിക്കും? ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ
ഇവിടെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ എത്രയാണ്? 0. സോ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടി? 6πi എന്ന് നമുക്ക് കിട്ടും. കിട്ടിയോ? അപ്പം ഇവിടെ ഈ പാർട്ടിൽ ഇവിടെ കാണിക്കാം. ഈ പാർട്ടിൽ നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലമാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ തിയറമാണ്. ഏതാ? ഒരു ഫംഗ്ഷൻ എല്ലായിടത്തും അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ, ആ കോണ്ടൂറിൻ്റെ അകത്ത് അനലിറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രലിൻ്റെ വില എന്തായിരിക്കും? 0 ആയിരിക്കും എന്നുള്ള ഐഡിയ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഈ കണക്ക് ചെയ്യുന്നത്. ഇനി കോഷി-ഗോർസാറ്റ് തിയറം നമ്മൾ പറഞ്ഞല്ലോ. ഈ കോഷി-ഗോർസാറ്റ് തിയറത്തിൻ്റെ ഒരു ജനറലൈസ്ഡ് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ ഒരു റിസൾട്ട് ഉണ്ട്. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. അതിൻ്റെ കണക്ക് നമുക്ക് നെക്സ്റ്റ് ഇതിൽ ചെയ്യാം. മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ. ഓക്കെ, ആദ്യം എന്താണ് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ എന്ന് നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റീജിയൻ തന്നിരിക്കുന്നത്. ഒരു കോംപ്ലക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. ഇതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡി എന്ന് പറയുന്ന ഒരു പേരിട്ട് വിളിക്കാം. ഓക്കെ, ഇനി വേറൊരു കളറിൽ കൊടുക്കാം. ഇതിനകത്ത് വരുന്ന ഒരു കോണ്ടൂറാണ്, പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോണ്ടൂറാണ് സി. ഓക്കെ, എൻ്റെ അകത്തുള്ളൊരു കോണ്ടൂറാണ് സി. ഇനി ഈ സിക്കകത്ത് 2 ഹോൾസ് ഉണ്ട്. 2, 3, 4 എത്ര വേണമെങ്കിലും ഹോൾസ് ആകാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഹോൾസ് ഇതാ, ഞാൻ വേറെ കളറിൽ കൊടുക്കാം. ഇതും അതിൻ്റെ അകത്തുള്ള ഒരു ഹോൾ. അപ്പോൾ ഇതാണ് C1. ഇതിൻ്റെ അകത്തുള്ള വേറൊരു ഹോൾ. ഓക്കെ, ഇതാണ് മറ്റൊരു ഹോൾ C2. ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ്റെ പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ഈ ഓരോ കോണ്ടൂർ, അത് ഇവിടുത്തെ 3 കോണ്ടൂറാണുള്ളത്. നമ്മുടെ ഫംഗ്ഷൻ എഫ് അനലിറ്റിക് ആണ്. എവിടെയൊക്കെ? നമ്മുടെ സിയിൽ അനലിറ്റിക് ആണ്, C1 അനലിറ്റിക് ആണ്, C2 അനലിറ്റിക് ആണ്. ഓക്കെ, എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയുടെ ഇൻറ്റീരിയറിൻ്റെ അകത്താണ് അനലിറ്റിക്. അത് ഇൻറ്റീരിയർ അല്ലേ, ഇൻറ്റീരിയർ ടു സിയുടെ അകത്ത് അനലിറ്റിക്. പക്ഷേ നമ്മുടെ C1 C2 പുറത്തും. അപ്പം ഔട്ട്സൈഡ് എക്സ്റ്റീരിയർ അല്ലേ, എക്സ്റ്റീരിയർ ടു C1 C2. കിട്ടിയോ? ഞാൻ വേണമെങ്കിൽ ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ ചുരുക്കി പറഞ്ഞത് ഈ റീജിയനിലാണ് ഫംഗ്ഷൻ എന്താവുന്നത്? അനലിറ്റിക് ആവുന്നത്. പിടിയോ? അതായത് നമ്മുടെ സി എന്ന് പറയുന്ന കോണ്ടൂറിൻ്റെ അകത്ത്, പക്ഷേ C1 C2 പുറത്ത്. ആ രീതിക്കാണ് ഇതെന്താകുന്നത്? അനലിറ്റിക് ആകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ C1 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് പ്ലസ് ഇൻ്റഗ്രൽ ഓവർ C2 എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഓക്കെ, ഇതായിരിക്കും റിസൾട്ട്. ഓക്കെ, ഇതിനെ നമുക്ക് കുറച്ചുകൂടി ജനറലൈസ് ചെയ്യാം. ഇപ്പം ഞാൻ അകത്ത് 2 ഹോൾസ് അല്ലേ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ജനറലൈസ് ചെയ്യാം. അതായത് സി എന്ന് പറയുന്ന ഔട്ട്സൈഡ് വരുന്ന കോണ്ടൂർ, പിന്നെ ഉള്ളിൽ വരുന്ന കോണ്ടൂറുകളാണ് C1 C2 എക്സെട്ര CN എന്ന് പറയുന്ന N. ഓക്കെ, ഇവരെല്ലാം തന്നെ എന്താണ്? പോസിറ്റീവ്ലി ഓറിയൻറ്റേഷൻ ആണ്. ഓക്കെ, ഇനി അപ്പോൾ സപ്പോസ് C1 C2 എക്സെട്ര CN ആർ സിംപ്ലി ക്ലോസ്ഡ് കർവ് വിത്ത് എ പോസിറ്റീവ് ഓറിയൻറ്റേഷൻ സച്ച് ദാറ്റ് C1 C2 എക്സെട്ര CN എന്ന് വെച്ചാൽ എന്താ? ഇവർ ഇത്രയും പേര് ആരുടെ ഇൻറ്റീരിയറിലായിരിക്കും? ഇൻറ്റീരിയർ ടു സി. ഓക്കെ, ഒരു കാര്യമുണ്ട്, ഈ ഹോൾസ് തമ്മിൽ ഇൻ്റർസെക്ട് ചെയ്യാൻ പാടില്ല. എങ്ങനെ വെച്ചാൽ ഓവർലാപ്പ്. ഇപ്പോൾ C1 C2 തമ്മിൽ ഇങ്ങനെ ഇൻ്റർസെക്ഷൻ വരരുത്. ഓക്കെ, ഓവർലാപ്പിംഗ് ഇല്ലാത്ത രീതിയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. എവിടെ? ഞാൻ മുകളിൽ പറഞ്ഞ 2 കേസ് അനലിറ്റിക് ആണ്. ഓരോ കോണ്ടൂറിലും അല്ലേ, ഈച്ച് സി ആൻഡ് നമ്മുടെ C1 C2 എക്സെട്ര CNലെല്ലാം എന്താണ്? ഫംഗ്ഷൻ അനലിറ്റിക് ആണ്. ആർക്കുള്ളിൽ? ഇൻറ്റീരിയർ ടു സി ബട്ട് എക്സ്റ്റീരിയർ ടു ഓൾ CK എന്ന് വെച്ചാൽ C1 C2 എക്സെട്ര CN.
അവർക്കെല്ലാം എക്സ്റ്റീരിയർ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ചെറിയ 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 C1 C2 എക്സെട്ര സി ഉണ്ട്, ഇതിലെല്ലാത്തിലും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. അതിനാണെങ്കിൽ ഷോർട്ടാക്കി സിഗ്മ കെ ഈക്വൽ ടു 1 to n ഇൻ്റഗ്രൽ ഓവർ സി കെ ഐ എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രീതിക്ക് നമുക്ക് എഴുതാം. ഓക്കെ, ഒരു കാര്യം കൂടെ ചെയ്യാം. നമുക്ക് ഇത് ഉപയോഗിച്ചൊരു കണക്കൂടെ വേണമെങ്കിൽ നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഇതെങ്ങനെ ഉപയോഗിക്കുന്നതെന്നൂടെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ ഓവർ സി ഡി ഇസഡ് ഡിവൈഡഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1. സി എന്ന് പറയുന്നത് സർക്കിളാണ്. നമ്മുടെ സർക്കിൾ മോഡ് ഇസഡ് ഈക്വൽ ടു 4. ഓക്കെ, കണ്ടല്ലോ. അപ്പോൾ നോക്കിയേ, നമ്മൾ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് ഇസഡ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഇസഡ് സ്ക്വയർ പ്ലസ് 1ൻ്റെ 2 റൂട്ട് നിങ്ങൾക്ക് അറിയാം. ഒന്ന് ഐയും അടുത്ത ആരായിരിക്കും, മൈനസ് ഐ. എങ്കിൽ നമുക്കിതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, ഇസഡ് മൈനസ് ഐ ഇൻറ്റു ഇസഡ് പ്ലസ് ഐ എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. എങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ 1 ഇസഡ് സ്ക്വയർ പ്ലസ് 1നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ യൂഷ്വൽ പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യാം, ഓക്കെ. അപ്പം നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, അതുകൂടെ എഴുതിയിട്ട് പോകാം. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതും, 1 ഇസഡ് മൈനസ് ഐ ഇൻറ്റു ഇസഡ് പ്ലസ് ഐ. അതിനെ നമ്മൾ ഇസഡ് മൈനസ് ഐ ഇൻറ്റു ബി ഇസഡ് പ്ലസ് ഐ. പാർഷ്യൽ ഫ്രാക്ഷൻ നടത്തിയിട്ട് എയുടെയും ബിയുടെയും വില നമ്മൾ കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് ചോദിച്ചാൽ പറഞ്ഞുതരാം. അപ്പം എയുടെ വില എന്ന് പറയുന്നത് 1/2i, ബിയുടെ വില -1/2i. ഓക്കെ, ഇതൊരു +2 ലെവൽ ഇതായതുകൊണ്ടാണ് ഞാൻ പറയാതെ പോയത്, നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട്. അപ്പം നമ്മൾക്ക് എന്ത് വരും, നമ്മുടെ 1 ഇസഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത് 1/2y 1 ഇസഡ് മൈനസ് ഐ മൈനസ് 1/2y 1 ഇസഡ് പ്ലസ് ഐ. ഓക്കെ, അപ്പം നമ്മുടെ ഇൻ്റഗ്രൽ ഓവർ സി 1 ഇസഡ് സ്ക്വയർ പ്ലസ് 1 ഡി ഇസഡ് എന്ന് പറയുന്നത് എന്ത് വരും, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഫംഗ്ഷൻ ഇതായി. ഓക്കെ, ഇവിടെ രണ്ടിടത്തും 1/2i കോമൺ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 1/2i അങ്ങ് ഔട്ട് സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ ഓവർ സി 1 ഇസഡ് മൈനസ് ഐ മൈനസ് 1 ഇസഡ് പ്ലസ് ഐ എഴുതാലോ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിപ്പം ഇവരെ ഓരോരുത്തരെയും നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്കിൾ ആരായിരുന്നു, മോഡ് ഇസഡ് ഈക്വൽ ടു 4 ആയിരുന്നു നമ്മുടെ സർക്കിൾ. നോക്കാം, മോഡ് ഇസഡ് ഈക്വൽ ടു 4. ഓക്കെ, ഇതാണ് മോഡ് ഇസഡ് ഈക്വൽ ടു 4 റേഡിയസ് ഉള്ള സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇത് 4 റേഡിയസ് ഉള്ള സർക്കിൾ. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ നോക്കുക. ഒന്ന് 1 ഇസഡ് മൈനസ് ഐയും മറ്റേത് 1 ഇസഡ് പ്ലസ് ഐ. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഐ എന്ന് പറയുന്നത് ഇവിടെ വരും, മൈനസ് ഐ എന്ന് പറയുന്നത് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 2 പോയിന്റിനെയും ചുറ്റി ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ 2 പോയിന്റ് ഒഴിവാക്കി. കാരണം അവിടെ ഫംഗ്ഷൻ എന്താവത്തില്ല, അനലിറ്റിക് ആവത്തില്ല. നമ്മളപ്പോൾ ഈ 2 ഫംഗ്ഷനെയും നമ്മൾ ഒഴിവാക്കി. ഏതൊക്കെ 2 പോയിന്റ്, ഇസഡ് ഈക്വൽ ടു ഐയും ഇസഡ് ഈക്വൽ ടു മൈനസ് ഐയും. അപ്പം ഇതിനെ ഒരു സർക്കിൾ C1 എന്നും ഇതിനെ ഒരു സർക്കിൾ C2 എന്ന് നമ്മൾ വിളിച്ചു. ഓക്കെ, അപ്പം ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഏത് റേഡിയസ് ഉള്ള സർക്കിൾ എടുക്കാം. അപ്പോൾ ഞാൻ വേണ്ടി എടുത്തൊരു മോഡ് ഇസഡ് മൈനസ് ഐ ഒരു 1/2 റേഡിയസ് ഉള്ള സർക്കിൾ. ഓക്കെ, നിങ്ങൾ 1 റേഡിയസ് ഉള്ള സർക്കിൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത്തത്, അപ്പം ഇതാണ് നമ്മുടെ C1, ഇതാണ് നമ്മുടെ C2 എന്ന് പറയുന്ന
സർക്കിൾ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം പഠിച്ചത് പ്രകാരം, അതായത് തൊട്ടും പഠിച്ചില്ല ജനറലൈസ്ഡ് കോഷീസ് ഗോർസാറ്റ്, ആ സാധനം പ്രകാരം ഈ ഇൻ്റഗ്രൽ ഓവർ സി നമ്മുടെ ഡി ഇസഡ് ബൈ ഇസഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതായി കിടക്കുന്ന സാധനം, ഈ സാധനം ഈ 1 ഇതിന് തുല്യമായിരുന്നല്ലോ. ബേസിക്കലി വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം. 1/2y ഇൻ്റഗ്രൽ ഓവർ സി 1/z മൈനസ് ഐ 1/z പ്ലസ് ഐ ഡി സെഡ്. ഓക്കെ, ഇനിയാണ് ഞാൻ മറ്റേ അപ്ലൈ ചെയ്യാൻ പോണത്. ഏത് ജനറലൈസ്ഡ് കോഷീസ്. അതുപ്രകാരം ഇൻ്റഗ്രൽ ഓവർ സി കൂടെ, ഇതാണ് സി, ഈ സി കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന പകരം ഈ രണ്ട് ചെറിയ സർക്കിളിൽ കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്തെടുത്താൽ മതി? സം എടുത്താൽ മതി. എങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 1/2y ഇൻ്റഗ്രൽ ഓവർ C1 1/z മൈനസ് ഐ 1/z പ്ലസ് ഐ ഡി സെഡ് പ്ലസ് 1/2y ഇൻ്റഗ്രൽ ഓവർ C2 1/z മൈനസ് ഐ. ഓക്കെ, ഒരു കാര്യം, ഞാനിപ്പോൾ C1 ഉം C2 ചൂസ് ചെയ്തില്ലേ ഇവിടെ. ഈ C1 ഉം C2 ചൂസ് ചെയ്തതിൽ പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നുമില്ല. ഒരു സഫീഷ്യൻ്റ്ലി സ്മോൾ റേഡിയസ് ഉള്ള സർക്കിൾ. കണ്ടീഷൻ ഇത്രേ ഉള്ളൂ, ഈ രണ്ട് സർക്കിളുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂട്ടിമുട്ടാൻ പാടില്ല. പിന്നെ വരയ്ക്കുമ്പോഴത്തേക്ക് അത് എന്തിനു വെളിയിൽ പോകാൻ പാടില്ല? സിക്ക് പുറത്ത് പോകാൻ പാടില്ല. അത്രേ ഉള്ളൂ കണ്ടീഷൻ. അപ്പോൾ അതിന് 1/2 എടുത്തതേ ഉള്ളൂ. ഇനി നിങ്ങൾ 1 റേഡിയസുള്ള സർക്കിൾ എടുത്താലും 1 റേഡിയസുള്ള സർക്കിൾ എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഒരു കൂട്ടിമുട്ടാൻ സാധ്യത വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ എൻ്റെ അടുത്ത് 1/2. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1 റേഡിയസിനേക്കാൾ കുറവുള്ള ഏത് സർക്കിൾ ഉണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചൂസ് ചെയ്യാം. അപ്പോൾ ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യാം. ഇനി ഇതേ ആദ്യം നമ്മൾ ഇത് മാത്രം നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, C1 എന്ന് പറയുന്നത് ഇതാണ്. C1 ഇതാണ്. C1ൻ്റെ അകത്ത് ഒന്ന് ഫംഗ്ഷൻ 1/z മൈനസ് ഐയും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. C1 ഉപയോഗിച്ച് നമുക്ക് ആരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? 1/z പ്ലസ് ഐയും നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ ഞാൻ വേണേൽ എക്സ്ട്രാ എഴുതാം. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്രയും സ്റ്റെപ്പ് എഴുതുന്നത്. 1/z മൈനസ് ഐ ഡി സെഡ് മൈനസ് വേണേൽ 1/2y കോമൺ കിടന്നോട്ടല്ലേ. ഇൻ്റഗ്രൽ ഓവർ C1 പ്ലസ് ഓക്കെ. ഇപ്പോൾ ഇവിടെ 4 ഇൻ്റഗ്രലുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് വെച്ച് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ C1 1/z മൈനസ് ഐ 1/z മൈനസ് ഐ നോക്കിയേ. ഇൻ്റഗ്രൽ ഓവർ C1 1/z മൈനസ് ഐ. അപ്പോൾ നമ്മുടെ C1ൻ്റെ അകത്താണ് ആര് കിടക്കുന്നത്? ഐ കിടക്കുന്നത്. ഐ എന്ന് പറയുന്ന പോയിന്റ്, ഇതേ നോക്കിയേ, ഈ ഐ എന്ന് പറയുന്ന പോയിന്റ് കിടക്കുന്നത് എവിടെയാണ്? C1ൻ്റെ അകത്താണ്. നമ്മളങ്ങനെ ഇന്ന് ആദ്യം പഠിച്ച പ്രോബ്ലം ഉണ്ടല്ലോ, അത്തരം കേസിൽ ഇൻ്റഗ്രലിൻ്റെ വില എത്രയാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അത്തരം കേസ് നമ്മൾ ആദ്യം പഠിച്ചിരുന്നത് ഫസ്റ്റ് പ്രോബ്ലം. അത്തരം കേസിൽ നമ്മുടെ ഇൻ്റഗ്രലിൻ്റെ വില എത്രയാണ്? n = 1 ആകുമ്പോൾ 2πi ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇൻ്റഗ്രലിൻ്റെ വില എത്രയാണ്? ഇവിടെ ഇൻ്റഗ്രലിൻ്റെ വില 2πi. പ്രീഡിയോ അപ്പം വേണമെങ്കിൽ അതൊന്ന് എഴുതി പോവാം. അപ്പോൾ = 1/2πi മൈനസ്, ഇനി അടുത്ത ഇൻ്റഗ്രൽ ഓവർ C1 എടുക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ ആരാ? z പ്ലസ് ഐ. അപ്പോൾ അനലിറ്റിക് ആകെ C1ൻ്റെ അകത്ത് നോക്കുക. ഇത് ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാതെ വരുന്നത് എവിടെ? മൈനസ് ഐക്കകത്താണ്. മൈനസ് ഐ എന്ന് പറയുന്നത് നോക്കിയേ, ഈ C1ന് പുറത്തെ പോയിന്റ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ ഫംഗ്ഷൻ ഈ C1ൻ്റെ അകത്ത് എല്ലായിടത്തും എന്താണ്? അനലിറ്റിക് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വില എത്രയാണ്? 0 കഴിഞ്ഞു. പ്ലസ് 1/2i. ഇനി അടുത്ത് നമ്മുടെ കോണ്ടൂർ ആരാണ്? C2. നമ്മുടെ ഫംഗ്ഷൻ ആരാണ്? z മൈനസ് ഐ അനലിറ്റിക് അല്ലാണ്ട് വരുന്ന എവിടെയാണ്? ഐയിൽ നോക്കാം. ഐ നോക്കിയേ, ഇതിൻ്റെ അകത്താണോ? അല്ല, ഇതിന് പുറത്താണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇൻ്റഗ്രലിൻ്റെ വില എത്രയാണ്? 0.
ഇനി അടുത്ത ഇൻറ്റഗ്രൽ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 0 മൈനസ്. ഇനി നമ്മുടെ കോണ്ടൂർ ആരാ? C2. നമ്മുടെ ഫംഗ്ഷൻ ആരാ? Z+i, 1/z+i. ഈ ഫംഗ്ഷൻ അനലിറ്റിക് അല്ലാണ്ട് വരുന്നത് എവിടെയാണ്? ആ -i നോക്കിയേ, C2ൻ്റെ അകത്താണ്. C2ൻ്റെ അകത്താണ് -i വരുന്നെങ്കിൽ എഗെയിൻ നമ്മൾ ആ പ്രോബ്ലത്തിൻ്റെ വില ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ 2πi എങ്കിൽ ആ 2πi നമ്മൾ ഇവിടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പം ഇനിയിപ്പം എന്ത് സംഭവിക്കും? ഇതിനെ സിംപ്ലിഫൈ 1/2i തമ്മിൽ ഡിവൈഡ് പൈ വരുന്നു. അഗെയിൻ -π വരുന്നു. വില നമുക്ക് എത്ര കിട്ടുന്നു? 0. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ കണക്കുകൾ ചെയ്യേണ്ടത്. ഓക്കെ, താങ്ക് യു.